അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എല്ലാ ദിവസവും വൈകുന്നേരം അദ്ദേഹം നടന്ന് വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ. വടിയൊന്നുമില്ല. ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക. നിത്യപൂജകൾക്കായിട്ട് അച്ഛൻ ക്ഷേത്രത്തിന്റെ നിത്യപൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത്. ആരോഗ്യത്തിന് ഒരു കുറവില്ല, കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ഈ സത്യസന്ധത ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ദൈവമേ, അത് ഈ പണ്ട് ഇങ്ങനെ എന്തോ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. അത് എന്തോ ഈ ഒരിക്കലും ഇല്ല. ഭഗവാന്റെ മുമ്പ് ഞങ്ങൾ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാണ്. കാരണം ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയിര് തരുന്ന ഭഗവാനാണ്. ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ ഇതിനു മുമ്പ് ഞങ്ങളെ എന്നാ പിന്നെ ഞാൻ മറ്റേത് ചെവിട്ട് തൊഴിലാളിയാണ്, കൂലിപ്പണിക്കാരാണ്, ഒരു കൂലിപ്പണി ചെയ്യുന്നവർക്ക് മുറിക്കുന്ന ആളാണ്, വിറക് ഈ തോളിലെടുക്കുന്ന ആളാണ്. ഈ തോളില് തടിയെടുത്ത് ചുമന്ന ആ ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു ധർമ്മം, സനാതന ധർമ്മം ഇവിടെ കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനകൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. വിറവ് കീറി ഓരോ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തും ഞങ്ങള് ത്യാഗം സഹിച്ച് ആണ്. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. പിന്നെ മരം വെട്ടാറിന് പിന്നെ എന്തൊരു വരില്ല. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.